ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നലെ ഷോർട്ടിലിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി. അതെന്ന് പറയുന്നത് നമ്മുടെ കലത്തപ്പം പോലാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പിട്ട് ഇത് കുക്കറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് പക്ഷേ ഞാൻ കൊച്ചുള്ളിയാണ് ചേർത്തത്. ഇന്ന് പക്ഷേ എൻ്റെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയാണ് ചേർത്തത്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ വ്യത്യാസമൊക്കെ വരും കൊച്ചുള്ളിയും സവാളയും ചേർക്കുമ്പം. അപ്പോൾ ഇന്ന് ഷേപ്പിലൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ സാധനം അത് തന്നെ. ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ്. പോൾമോന് ഇഷ്ടപ്പെടാൻ എന്താണെന്നോ ഉള്ളി ചേർത്തുകൊണ്ട്. പക്ഷെ നമുക്കൊക്കെ ആ ഉള്ളി ഇങ്ങനെ കിടന്ന് വഴന്ന് കഴിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ. ഇവൻ അതിനോട് അവൻ പറഞ്ഞു, മമ്മി എന്തിനാ മധുരം ഉള്ളതിന് ഉള്ളി ചേർത്ത് എന്തിനാന്നും പറഞ്ഞു. റീസമോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ബാക്കി എല്ലാവർക്കും റീച്ചാനും ഇഷ്ടമായി. റീച്ചാൻ പറഞ്ഞാൽ നെയ്യപ്പത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെ ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് സഹായിക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. കൂടുതൽ ഞാനൊന്നും പറഞ്ഞ് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ. രാവിലെ ഞാൻ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഉണ്ടാക്കാനായിട്ട് ചായയിലൊരിച്ചിരി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടുണ്ട്. ചായയിലല്ല, ചായ വെള്ളത്തിൽ. അപ്പോൾ ഇഞ്ചിയൊക്കെ ചതച്ചിട്ടു. ആ നേരം കൊണ്ട് ഞാനിവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ശർക്കര എടുത്ത്. അപ്പം ഞാൻ 2 ഗ്ലാസ് പച്ചരി എന്നുള്ള. ഇപ്പോൾ ഈ പച്ചരിയൊക്കെ ഒരു 4-5 മണിക്കൂർ കൂത്താൽ മതി. ഞാൻ പിന്നെ രാവിലെ ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് ഞാൻ രാത്രി കിടക്കാൻ നേരം ഒരു 12-12:30 ആയപ്പോഴാണ് അരി വെള്ളത്തിൽ ഇട്ടത്. അപ്പോൾ ഒരു ഇച്ചിരി മണിക്കൂർ കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് 3 ഇങ്ങനെ ഈ കട്ട ശർക്കരയെ ചേർത്തുള്ളൂ. ഒരു കട്ടയും കൂടെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഞാൻ ഒത്തിരി മധുരം യൂസ് ചെയ്തില്ല. പക്ഷേ അത് പിള്ളേർക്ക് ഇച്ചിരി കൂടെ മധുരം വേണമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ മധുരം എടുക്കേ. അപ്പം എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു സവാളയാണ് എടുത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-15 കൊച്ചുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് ഉപയോഗിക്കാമേ. ഞാനൊരു പാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്തൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. ഞാനിപ്പോൾ ഈ ഒരു കളറായണേ അതൊന്ന് കോരി എടുക്കാൻ നോക്കി. ആദ്യം ചിന്തിച്ച് സ്പൂണിൽ ഇങ്ങനെ എടുക്കുക. പിന്നെ ചിന്തിച്ച് ഇനി ഇട്ടിരുന്നാൽ അത് പെട്ടെന്ന് കരിഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കോരി എടുത്തു. ബാക്കിയുള്ള നെയ്യിൽ തന്നെ സവാളയും കൂടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം പച്ചരി നന്നായി കഴുകി വാരി മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കപ്പ് പച്ചരിക്കകത്ത് എനിക്ക് 10-15 എണ്ണം ഉണ്ടാക്കാൻ പറ്റി. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. 3/4 കപ്പെന്ന് പറഞ്ഞാൽ ഒരു 7 സ്പൂണോളം കാണും ഞാൻ തേങ്ങയും ചേർത്ത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ലാസ്റ്റ് ചേർക്കാം. എൻ്റെ കയ്യിലിപ്പം ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 7-8 ഏലക്ക ഈ അരയ്ക്കുന്നതിൻ്റെ അകത്തോട്ട് ചേർത്ത് അരയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി തിക്കായിട്ടിരിക്കരുത്, ഇത്തിരി ലൂസായിട്ടാണ് നമുക്ക് ഈ മാവ് നമുക്ക് കിട്ടേണ്ടത്. അരയ്ക്കുന്നത് നല്ലതായിട്ട് അരയ്ക്കണം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറൂടെ ഒന്ന് കഴുകി ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാനപ്പോൾ ശർക്കര ഉരുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ ശർക്കര ഉരുക്കാൻ വെച്ചത്. അപ്പോൾ ഈ അരയ്ക്കാൻ നേരം 1 കപ്പ് വെള്ളം എല്ലാം കൂടെ 1 കപ്പ് വെള്ളമായി കാണും. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഉള്ളിയും തേങ്ങയും മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ ഇതിൻ്റെ അകത്തിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ വെച്ചത് നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് കാണാനൊരു ഭംഗിക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ ശർക്കര വെള്ളം ഞാനൊന്ന് ഉരുക്കി ഇത്തിരി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നല്ല ചൂടോടെ ഇതിൻ്റെ അകത്ത് മാവിൽ ഒഴിച്ചു കൊടുക്കണം. ആ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഇതുപോലെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. കാരണം നമ്മൾ ചൂട് ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ മാവ് വെന്തു പോകരുത്, കട്ട പിടിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ നന്നായി ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. മാവട ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായി. അപ്പോൾ ചായയൊക്കെ ഒന്ന് എടുക്കട്ടെ, ചായ അവർക്ക് കൊടുക്കട്ടെ. എൻ്റേത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ കുറച്ച് നേരം.
അപ്പം ഞാനിതുപോലുള്ള നമ്മുടെ അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല കുഴിഞ്ഞ പാത്രം കാണുമല്ലേ, അത് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഈ പാത്രത്തിലാണ് രണ്ടെണ്ണം എടുത്തിട്ട് പെട്ടെന്ന് കാരണം ഇതൊരു ഇച്ചിരി സമയം എടുക്കുമല്ലോ. നമ്മൾ ഈ മാവ് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിരിക്കണം. അതുപോലെ ഇച്ചിരി നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് ആദ്യം ഇതിലൊന്ന് തടവി കൊടുക്കണേ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ആ ഒഴിക്കുന്ന ഇത് കണ്ടില്ലേ, അത്രയും ലൂസിലാണ് ഞാൻ മാവ് എടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായി ഇങ്ങനെ ഒന്നര തവി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ അറിയാതെ അതൊന്ന് നമ്മൾ വട്ടയപ്പത്തിൻ്റെ മുകളിൽ ചേർക്കത്തില്ലേ, അതുപോലെ ഇച്ചിരി ഇച്ചിരി ഒന്ന് പച്ചപ്പ് വിട്ടിട്ട് വേണം മുകളിൽ ഇങ്ങനെ ചെയ്യാനേ. അപ്പോൾ ഞാനത് ഇച്ചിരി താമസിച്ചാണ് ഞാനിത് ഇട്ടത്. അപ്പോൾ അതിപ്പം കുറച്ച് നേരം ഞാൻ നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം പിന്നെ തീ ഇച്ചിരി ഒന്ന് കുറച്ച് വെച്ച് വേവിക്കണം. കാരണം ആകമൊക്കെ ഒന്ന് വേവണം. അതനുസരിച്ച് ഒത്തിരി ഇങ്ങനെ മാവ് ഒഴിച്ച് അങ്ങനെ തിക്കായിട്ടും എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിപ്പം വെന്തിട്ടുണ്ട്, ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ നോർമൽ ചീനച്ചട്ടി ഉണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഒന്ന് ഒഴിച്ച് നോക്കി. അതും ഇങ്ങനെ കുഴുവനായതുകൊണ്ടൊന്ന് ഒഴിച്ച് നോക്കി. പക്ഷേ അപ്പമൊക്കെ നന്നായി നമുക്ക് പൊങ്ങിയൊക്കെ കിട്ടി. പക്ഷേ അതൊന്ന് ഇളക്കിയെടുക്കാൻ എനിക്ക് ഇത്തിരി സമയമെടുത്തു. നോൺ സ്റ്റിക്കിൽ ഇളകി വരുന്നത് പോലെ അതിൽ ഇളകി വന്നില്ല. പിന്നെ ഞാൻ എന്തോ ഇതൊന്നോ കുറച്ച് നേരം ആ ചീനച്ചട്ടി ഞാൻ ഇങ്ങനെ കുത്തി നോക്കിയോണ്ടേ വെന്തായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ചീനച്ചട്ടി ഇറക്കി വെച്ച്. അപ്പോൾ അത് തണുത്തുടനെ അത് നമുക്ക് ഇളക്കാൻ പറ്റി. നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഒരു ഇച്ചിരി അതൊന്ന് വേവുന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഇച്ചിരി ബ്രഷും കൊണ്ട് ഡ്രോപ്പായിട്ട് ഒന്ന് ഒഴിച്ചാലും കുഴപ്പമില്ലേ. ഞാൻ ചിലപ്പോൾ എണ്ണ വേണ്ടിയവർക്ക് എണ്ണയുടെ ടേസ്റ്റ് വേണ്ടിയവർക്ക് അങ്ങനെ എണ്ണയിലും ഉണ്ടാക്കി, വെളിച്ചെണ്ണ വേണ്ടിയവർക്ക് വെളിച്ചെണ്ണയിലും. അങ്ങനെ ഒത്തിരി നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. അല്ലാതെ ഒരു സൈസ് ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടല്ലേ, അതാണെങ്കിൽ ഇതിനേക്കായി നല്ലതാണ്. നല്ല ഇതായിട്ട് കുറേയും കൂടെ ഒന്ന് കുഴിയായിട്ടിരിക്കുമല്ലോ അത്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നല്ല, നമുക്ക് തേങ്ങയൊക്കെ ആണെങ്കിൽ തലേന്നേ ഇളക്കി ഇങ്ങനെ അരിഞ്ഞ് വെക്കാം. കൊച്ചുള്ളി ആണെങ്കിൽ കൊച്ചുള്ളി പൊളിച്ച് വെക്കുകയോ അരിഞ്ഞ് നന്നായിട്ട് ഡബ്ബയിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും നല്ലതാണ്. രാവിലെ ഇതായിട്ട് സമയം കിട്ടത്തില്ലെങ്കിലും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റേതിൻ്റെ അത്രയും പൊങ്ങി ഒന്നില്ലേലും വന്നു. പക്ഷേ നോർമൽ ചീനച്ചട്ടി ആയതുകൊണ്ട്. പക്ഷേ ഞാനത് ഇളക്കാൻ ഇച്ചിരി ഒരു പ്രയാസമായിരുന്നു. ഞാനിങ്ങനെ 2 പാൻ വെച്ചിട്ട് പെട്ടെന്ന് പിന്നെ ഞാൻ ചീനച്ചട്ടിക്കകത്ത് ഉണ്ടാക്കാൻ പോയില്ല കേട്ടോ, ഇളക്കാൻ ഇത്തിരി പ്രയാസമായതുകൊണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. എന്നിട്ട് ഞാനിതൊന്ന് നിങ്ങളെ മുറിച്ച് കാണിക്കാം. കാരണം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് നല്ല ഇതിലിങ്ങനെ തീയിലൊക്കെ ഒഴിക്കുന്ന സമയത്തൊക്കെ നല്ല തീയുള്ള ഇതിൽ ഒഴിച്ചാലേ നമുക്കിങ്ങനെ നാര് പോലൊക്കെ വരത്തുള്ളൂ. അല്ലാതെ തീ കുറഞ്ഞ് നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ അതങ്ങ് ഫ്ലാറ്റായി പോകും. ഇതിപ്പോൾ നല്ല നാരായിട്ട് വന്നിട്ടില്ലേ. കലത്തപ്പം, ഇതിൻ്റെ പേരാണ് കലത്തപ്പം. പ്രൈസമ്മോന് ചോദിച്ചിട്ട് പറയാൻ വയ്യായിരുന്നു, ചൂടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് ആ തേങ്ങാക്കൊത്ത് മൊത്തം ആ സൈഡിൽ ഇരിപ്പുണ്ട്. ഇവന്മാർക്ക് ഇതൊന്നും ഇടുന്ന ഇഷ്ടമല്ലല്ലോ. പിന്നെ ഞാൻ ഗതികെട്ടം കിട്ടതങ്ങ്. അത് കാണാനൊരു ലുക്കും, ഇതൊക്കെ ഉണ്ടെങ്കിലേ കാണാനൊരു ടേസ്റ്റ് ഉള്ളൂ. പിന്നെ കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഡാഡിക്കും അങ്ങനെ കട്ടിലേലാണ് കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതൊന്ന് നമുക്ക് ചായയുടെ കൂടെയും ചായകടിയായിട്ടും ഉണ്ടാക്കാൻ നല്ലതാണ്, ഉണ്ടാക്കി കഴിക്കാൻ നല്ല. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളെ സമയം ഫെർമെൻറ്റേഷന് വെക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ലാസ്റ്റ് 2 ഞാൻ വെച്ചിട്ട് കാര്യം പറയാൻ പോയപ്പോഴത്തേക്ക് ഇച്ചിരി കരിഞ്ഞു പോയി. പിന്നെ കരിഞ്ഞത് ഞാൻ കഴിച്ചു. പിന്നെ പ്രൈസിന് ടിഫിന് കൊടുത്തതും ഇതാവൻ ഇത് മതിയെന്ന് പറഞ്ഞു ടിഫിന് കൊടുക്കാൻ. പക്ഷേ ടിഫിൻ ബോക്സിൻ്റെ അകത്തും തിരിച്ചു വന്നോണ്ടേ ആ തേങ്ങാക്കൊത്തെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തുള്ള ഒരു കൊച്ചിനും കൊടുത്തെന്ന് പറയുന്നു. അപ്പോൾ അവൾ ചോദിച്ചെന്ന് നോൺ വെജ് ആണെന്ന്. അവൻ പറഞ്ഞില്ല നോൺ വെജ് ആണ്. അന്നേരം അവൻ പറയുക ആ തേങ്ങാക്കൊത്ത് കണ്ടിട്ട് അവൾ പറഞ്ഞത് നോൺ വെജ് ആണ്. പിന്നെ തിന്നെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകുണ്ടായിരുന്നു. മിക്സി ജാർ ഇന്ന് ഒത്തിരി പാത്രങ്ങളുണ്ടായിരുന്നു. കാരണം 2 പാത്രങ്ങളൊക്കെ എടുത്തു, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. അതുകൊണ്ട് ഇച്ചിരി പാത്രം കൂടുതലായിരുന്നു. അല്ലേലും പാത്രങ്ങളൊക്കെ എപ്പോഴും നമുക്ക് കൂടുതൽ തന്നെ. വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട്.
പിന്നെ എനിക്ക് ഈ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ തോരൻ വെക്കുന്നത് അതൊന്ന് പോയി അരിയണം. നമ്മുടെ അപ്പം ഒരെണ്ണം കൂടെ അരിയുണ്ട്. പോളിന് അത്ര ഇഷ്ടപ്പെട്ടൊരു മധുരം ഇത്തിരി കുറവായിരുന്നു. ഇന്ന് മീൻകറി വെക്കുന്ന ഇത്തിരി ടൊമാറ്റോ ഒക്കെ ചേർത്താം. തുണി കഴുകാനിട്ടു. ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ ചിന്തിക്കും എന്നും ഈ ചൂരയേ ഉള്ളൂ. ചൂരയല്ല, ഇത് കേര, നെയ്ച്ചൂര, വെള്ളച്ചൂര. അപ്പം ഇതുണ്ട്. പിന്നെ ഇത് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. വെള്ളയായതുകൊണ്ട് എൻ്റെ കണവനും കൂട്ടും. ഇതുപോലുള്ള 3 എണ്ണം 500 രൂപ അവർ പറഞ്ഞ് 400 രൂപയ്ക്ക്. പിന്നെ നല്ല ഫ്രഷായിരുന്നു മീൻ കേട്ടോ. അപ്പം നല്ല വെള്ളയുമായിരുന്നു. അതിൻ്റെ അകത്തും ഞാൻ പറഞ്ഞില്ല ഇതുള്ളത് കൊണ്ട്, ഇതിങ്ങനെ ഈ മീനായതുകൊണ്ട് റേച്ചാനും കഴിക്കും. അതിൻ്റെ അകത്തും പിന്നെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കും കഴിക്കാൻ കൊണ്ടുപോകുന്നേ. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. ഞാൻ മീനൊക്കെ വെട്ടി കഴുകി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് ടൊമാറ്റോ കറി വെച്ചില്ലേ, അതുപോലെ ഇന്നും വെക്കുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് ക്ലീൻ ചെയ്ത് ഇപ്പം കിട്ടിയ ടൊമാറ്റോ കണ്ടില്ലേ, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഞെട്ട് പോലുള്ള, അതൊക്കെ തൊലി ഭയങ്കര കട്ടി, പക്ഷേ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്ന് നോക്കി. എപ്പോൾ ടൊമാറ്റോ അരിഞ്ഞാലും ഇത്തിരി കാണാൻ ഭംഗിയുള്ളത്, അകത്ത് നമുക്ക് മനസ്സിലാവുമല്ലേ, ഒരു പീസ് എടുത്ത് തിന്നും. അപ്പം ഞാൻ അന്ന് അങ്ങനെ കറി വെച്ചെണ്ണ ഡാഡിക്ക് ഇഷ്ടമായി. ഡാഡി അത് കൊടുത്തത് മൊത്തം കഴിച്ചു. അപ്പം നോക്കട്ടെ ഇപ്രാവശ്യവും ഇനി അന്നങ്ങ് ഒരു ശീലത്തിനങ്ങ് കഴിച്ചാന്നോ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്ന് നോക്കാം. അപ്പം ഞാൻ ഈ ടൊമാറ്റോ മാത്രമല്ല ചേർക്കുന്നത്, 3-4 കഷ്ണം കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ടേ. ഇതിൻ്റെ മാത്രം പുളി ശരിയാവത്തില്ല. ഇവിടെ ഇച്ചിരി പുളിയും ഒക്കെ നന്നായിട്ട് ഇച്ചിരി പുളി മുന്നിട്ട് നിൽക്കുന്ന പോൾമോനും ഇഷ്ടം, എനിക്കും ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തൊന്ന് മിക്സിയിൽ അരച്ച് വയ്ക്കട്ടെ. തുണി കഴുകിയിട്ട് ബാക്കി തുണികൾ 2 ഷീറ്റുണ്ട്, അതവിടെ എടുത്ത് മാറ്റിയിട്ടിട്ടുണ്ട്. സ്ഥലമില്ലായിരുന്നു. അപ്പം ഞാൻ ഇതുപോലുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. അരിഞ്ഞിട്ട് നോക്കട്ടെ 2 എണ്ണം വേണ്ടി വരുമോ എന്നുള്ളത്. അല്ലെങ്കിൽ 1 എണ്ണം അരിയാം. സവാളയും കൂടെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. ഞാൻ പച്ചമുളക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പച്ചമുളക് കീറിയിട്ടായിരുന്നു. ഇപ്രാവശ്യം പച്ചമുളക് ഇടുന്നില്ല. കാരണം ഞാനായിരുന്നു ആ പച്ചമുളക് കഴിക്കുന്നത്. ഇപ്പോഴേ പച്ചമുളക് എടുത്ത് കഴിക്കുവാണെങ്കിൽ ഒരു തൊണ്ടയ്ക്കൊരു ഇതുപോലെ വരും. നമുക്ക് ആ മുളക് അങ്ങോട്ട് കടിക്കുന്നുള്ള ഒരു ക്രാണം പോലെ വരും. അപ്പം പിന്നെ ചുമ വരും. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടില്ല. ഞാനേ എടുത്ത് കഴിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലേ, അല്ല ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ മഞ്ഞളുടെ അത് ഒത്തിരി ആശ്വാസമുള്ളേ കേട്ടോ. പച്ചമഞ്ഞൾ കിട്ടുവാണെങ്കിൽ നല്ല അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ പൊടിക്കുന്നിടത്ത് പച്ചമഞ്ഞൾ പൊടിക്കുന്നിടത്ത മഞ്ഞളാണെങ്കിലും മഞ്ഞൾപ്പൊടി. അപ്പം ഇവിടെ നിന്നൊക്കെ പറയുന്നത് അത്ര എനിക്കങ്ങോട്ട് വിശ്വാസമില്ല. ഇതിപ്പം ബൈ ചാൻസ് മഞ്ഞൾ കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ നോർമൽ വെള്ളമല്ലേ കുടിക്കുന്നത്. അപ്പം ഈ ചുമയുള്ള സമയത്ത് ഫ്ലാസ്കിൽ ഇങ്ങനെ ഇളം ചൂടോടുകൂടി അങ്ങ് ഒഴിച്ച് വെച്ചിരുന്നാൽ മതി. ഇതൊക്കെ നമ്മുടെ ഒരു ഹോം റെമഡി അല്ലേ. അതിൻ്റെ അകത്ത് വേണേൽ 2 കുരുമുളകോ ഇങ്ങാണൊക്കെ ഇടുവാണേലും നല്ലതാണ്. കുരുമുളക് ചതച്ചേ, പിന്നെ കൃഷ്ണ തുളസിയോ വെള്ള തുളസിയുണ്ട്, കറുത്ത തുളസിയുണ്ട്. അപ്പോൾ കറുത്തതാണ് നല്ലത്. ഒരു വലിയ വെളുത്തുള്ളി അല്ല, അപ്പോൾ ഒരു 4-5 എണ്ണം എടുക്കാം. അണ്ണാൻ കിടന്ന് കരയുന്നു. ചൂട് തുടങ്ങി, വിയർത്തൊഴുകുന്നു. പോൾമോൻ ഇനിയും 2 ദിവസം കഴിഞ്ഞുള്ള എക്സാം. ഇഞ്ചി ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചില്ലേ, അപ്പോൾ ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. കുറച്ച് ട്രേക്കകത്ത് ഐസ് ട്രേക്കകത്ത് വെച്ച് ബാക്കിയുള്ളത് പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഡെയിലി യൂസ്.
ഒരെണ്ണേ എടുത്തുള്ളൂ ഞാൻ. വെളുത്തുള്ളിയും കൂടെ ഒന്ന് വലുതായോണ്ട് ഒന്ന് കീറിയിട്ടേക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കടുകും ഇട്ട് ഇച്ചിരി ഉലുവായും ഇട്ടേ. മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി നല്ല ഫ്രഷ് പച്ചക്കറിവേപ്പില വേണം. അല്ലാതെ ഇച്ചിരി ഇതിപ്പം ഞാൻ നേരത്തെ എടുത്ത് ഡബ്ബയിൽ വെച്ചിരുന്നതാണ്, കുറേ നാളായതാണ്. അപ്പോൾ അത് ഇത്തിരി വാടിയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഞാനിതിലേക്ക് സവാളയും ആ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇഞ്ചി പേസ്റ്റ് ഇരിപ്പുണ്ട്, അതാണ് ഇച്ചിരി ചേർക്കുന്നത്. അന്ന് അരച്ച് വെച്ചതിൻ്റെ ഞാനിപ്പം ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പേസ്റ്റ് ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1, 2, 3, 4, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ. ആ പച്ച ടേസ്റ്റ് ഒരു മണമൊക്കെ ഇത് പോട്ടെ. ചെറിയ തീയിൽ വഴട്ടി ഇച്ചിരി നേരം ഒന്ന് വഴട്ടാം. ആ വെള്ളം വായൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോൾ പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കട്ടെ. ഈ കറിയാകുമ്പോൾ നമുക്ക് ഞാൻ എൻ്റെ മുളക് അരച്ച കറി വെക്കുവാണെങ്കിൽ 3-4 ദിവസം വെളിയിൽ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ഇതിപ്പം നമ്മൾ മല്ലിപ്പൊടിയും ടൊമാറ്റോയുടെ ചേർക്കുന്നുണ്ടല്ലേ, അന്നേരം നമുക്ക് അങ്ങനെ വെളിയിൽ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ കറി വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം വൈകിട്ടും ആ വെളിയിൽ തന്നെ ഇരുന്നത്. പിറ്റേ ദിവസം അന്ന് വൈകിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ട് കഴിഞ്ഞിട്ട് രാത്രി ഞാനത് തിളപ്പിച്ച് വെച്ചു. പിന്നെ രാവിലെയും തിളപ്പിച്ച് വെച്ചു. അത് വൈകുന്നേരം വരെ 2 ദിവസം കംപ്ലീറ്റ് വെളിയിൽ ഇരുന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പന്നലൊന്നും ആയില്ല. അപ്പം തുണിയൊക്കെ ആയി. ഇവിടെ ഇടാനുള്ള തുണികളുടെ എടുത്തു, ഹോളി ഇടാനുള്ളത് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കാമെന്ന് വെച്ച്. അവൻ കുറച്ച് നേരമായിട്ട് ഞാൻ നോക്കണ ചേറെ തന്നെ കിടക്കുന്നു. ഇനി ഒന്ന് ചെന്ന് നോക്കട്ടെ അവൻ ഇനി എന്ത് കൊടുക്കുമെന്ന്. അവൻ്റെ അനക്കമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അനു വരാറായി. എന്നും അനു വരുമ്പോഴാണ് ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ അവൾ വന്നോന്ന് ചോദിക്കുമ്പം വന്നെന്ന് പറയും. അമ്മ പറയോ കഷ്ടം, അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ അത് വരുന്നത്. ശരിയാണ്, നമ്മളെങ്ങാണെങ്കിൽ ഒരു ഓഫീസിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന ജോലിയും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതെന്ന് പറയുന്നത് തറയിൽ ഇരുന്നൊക്കെയാണ് അവൾ തുടയ്ക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ അവൾ ശരിക്കും അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഞാനും ഇന്നലെ റീച്ചാനോട് പറയുമായിരുന്നു, ഇപ്പം ശരിക്കൊന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും മിണ്ടാനും പോകുന്നില്ല. അവിടെ മജ്ബൂരി മീൻസ് അവളുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ അവൾ വന്നിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 8 മാസം ആകാറായി. ഏപ്രിൽ 8 എങ്ങാണ്ട് അവിടെ ഡേറ്റ്. കഷ്ടമല്ലേ. അതുകൊണ്ടിപ്പോൾ ഞാൻ ഒന്നും മിണ്ടത്തില്ല, ചെയ്യുന്നത് പോലെ ആവട്ടെ നീന്തിക്കും. ഭയങ്കര ദാഹം. ചിലർ പറയാൻ നിന്നിങ്ങനെ വെള്ളം കുടിക്കല്ലെന്ന്. അതിൻ്റെ ലോജിക്ക് എന്തോന്ന് എനിക്കും അറിയത്തില്ല. ഓർക്കുവാണെങ്കിൽ ചിലപ്പോൾ പോയി അവിടെ കട്ടിലിരുന്ന് കുടിക്കും, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കും. ഡാ, തുണി ഇടാൻ പോയാന്നോ? നിന്റെ തോർത്ത് ഇവിടെ കൊണ്ടിടറാ. അവിടെ കിടക്കുന്ന എന്തുവാ? ഇപ്പുറത്തെ തുണി കിടപ്പുണ്ടോ നോക്ക്. അവിടെ കിടക്കുന്നേ 3 എണ്ണോ. അങ്ങോട്ട് നീക്ക് നിന്റെ തോർത്ത്, അല്ലെങ്കിൽ തോർത്ത് ഇവിടെ ഇടും. എന്തുവാ? ഇതിവിടെ പോൾ മോന് ഇഷ്ടമല്ല, പ്രീസം മോൻ ഇഷ്ടമാണ്. കാരണം അവൻ പറഞ്ഞ മുള്ളൊന്നുമില്ല. ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് അത് കണ്ടിച്ചത്. ആൾക്ക് ഇന്നത് വൈകിട്ട് വന്നെ കൊടുത്തോണ്ടേ പറഞ്ഞു, അയ്യോ അതാണ്ട് ഇത്രയും തിന്നിട്ടും മുള്ളില്ല, നന്നായിട്ട് തിന്ന്. അല്ലെങ്കിൽ അവന് മുള്ള് പേടിയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള പാർട്ട് പ്രീസം മോന് വേണ്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പം ഞാനതെല്ലാം പറക്കി. നഷ്ടമില്ലായിരുന്നു. ഇന്നാളി 5 എണ്ണം കൊണ്ടുവന്നതിൽ ആ മീനേക്കാൾ ഇച്ചിരി വലുതായിരുന്നു ഇത്.
അപ്പോൾ ഞാൻ എന്ത് വന്നേലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ തലയാണ്. ആ തലയെടുക്കുമ്പോഴത്തേന് ആ കറിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇതാവും. കാരണം തലയ്ക്ക് വേണ്ടി കുറേ സ്ഥലം പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കിടന്ന് ഇനി ഒന്ന് തിളക്കട്ടെ. കറിവേപ്പിലയില്ല, ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പിന്നെ ഇത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒന്ന് ചോപ്പ് ചെയ്ത് ഇതിപ്പോൾ ലാസ്റ്റിലത്തെയാണ്. ബീട്രൂട്ട് മാത്രം വയ്ക്കാതെ ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൂടെ അത് ബീട്രൂട്ട് കണ്ടപ്പോഴേ പോൾ കൂടെ തുള്ളിച്ചാട്ടോ. ഇവിടെ 2 പേരും 2 വ്യത്യസ്തരാണ്. നേരത്തെ റൈസും കഴിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല, ബീട്രൂട്ട് തോരൻ കഴിക്കും. അപ്പോൾ പോളിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനിതിൽ പച്ചമുളക് അറിയാതെ അങ്ങ് ഇട്ടതാണ്. കാരണം ബീട്രൂട്ടിൽ സാധാരണ ഞാൻ ഇച്ചിരി പച്ചമുളക് ചേർക്കും. അതിൻ്റെ അകത്ത് പച്ചമുളക് ഞാനാ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ പച്ചമുളക് ഇപ്പം ഞാൻ കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള പച്ചമുളക് ആകുമ്പം, നല്ല എരിവുള്ള പച്ചമുളക് അങ്ങോട്ട് കടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊണ്ടയ്ക്കൊരു മൂക്കിൽ കൂടെയൊക്കെ ഒരു ഇത് വരത്തില്ലേ, അപ്പോൾ നമുക്കൊരു ചുമ വരും. അതുകൊണ്ട് ഞാൻ ഇടാഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ ഇടും. ഞാനിതിൽ ഇച്ചിരി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ് കുരുമുളക് പൊടി ചേർത്താൽ. ചിലപ്പം ഞാൻ ഗരം മസാലയും ചേർക്കും. ഇന്നിപ്പം കുരുമുളക് പൊടി ഞാൻ മാത്രമേ ചേർത്തുള്ളൂ. അപ്പം ഞാൻ തോരനൊക്കെ റെഡിയായിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അനുവും വന്നിട്ട് പോയി. പിന്നെ ഇനി ഞാനൊന്ന് കുളിക്കട്ടെ. കാരണം ഇപ്പം പൈപ്പിലെ വെള്ളത്തിന് ഇച്ചിരി ചൂടുണ്ട്. അല്ലെങ്കിൽ വൈകിട്ട് കുളിച്ചാലേ, സാധാരണ ഞാൻ കൂടുതലും വൈകിട്ടാണ് കുളിക്കുന്നത്, ചുമ വരും. അതുകൊണ്ട് ഞാനങ്ങ് ഇപ്പം കുളിക്കാൻ പോവാം. ഉച്ചയ്ക്ക് ഇതിൻ്റെ അകത്ത് പയറും മത്തങ്ങയും കൂടെ ഇട്ട കറി, ബീട്രൂട്ട് തോരനും കൂടെ മീൻ തല. മത്തങ്ങയും പയറും ഒഴിച്ച് അതിൻ്റെ മുകളിൽ മീൻ ചാറും ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ ചാറായിരുന്നു. നല്ല പുളിയും ആ ടൊമാറ്റോയുടെയും പുളിയും കൂടെ ചേർത്തുകൊണ്ട് പുളിയൊക്കെ ഉണ്ടായിരുന്നു. ചിലടത്ത് നെയ്ച്ചൂര എന്ന് പറയും, കേര, കുളിച്ചിട്ട് വന്നേ. സമയം 3 മണി കഴിഞ്ഞു. പോളിൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടാനാണ് ബീട്രൂട്ട് തോരൻ. ഞാൻ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.